പൗരോഹിത്യത്തിൻ്റെ 25ാം വാർഷികം ആഘോഷിക്കുന്ന ബഹുമാന്യനായ മാതാമ്പറമ്പിൽ ജോസഫ് കുരുവിള അച്ഛന് എൻ്റെ ആശംസകളുടെ നറുമലരുകൾ ഞാൻ ആദ്യം തന്നെ അർപ്പിക്കട്ടെ. ദൈവം പേര് വിളിച്ച് വേർതിരിച്ച ഒരു വ്യക്തി. ഇതൊരു ദൈവ നിയോഗമാണ്, അസുലഭ ഭാഗ്യം. എൻ്റെ വത്സല ശിഷ്യൻ എന്നതിലുപരി എൻ്റെ മാനസപുത്രനായി ഞാൻ പരിഗണിക്കാറുള്ള പ്രിയ വിജയച്ചന് ഒരാശംസ നേരുക എന്നത് എനിക്ക് ഗുരു എന്ന നിലയിൽ സൗഭാഗ്യം തന്നെയാണ്. ഗുരുസ്ഥാനവും മാതൃസ്ഥാനവും സമന്വയിക്കുമ്പോഴുള്ള ഒരു പ്രത്യേക ആനന്ദം അത് അനുഭവിച്ചറിയുക തന്നെ വേണം. കുട്ടിക്കാലം മുതലേ ദൈവഭയത്തിലും മാതാപിതാക്കളുടെ ശിക്ഷണത്തിലും അനുസരണത്തിലും വളർന്ന ജോസഫ് എം കുരുവിള എന്ന വിജയച്ചൻ കുടുംബാംഗങ്ങൾക്ക് സഹോദരങ്ങൾക്കും അരുമയായി വളർന്നു. അതോടൊപ്പം ആരാധനായും വിളങ്ങി. കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ വളരെ ഉത്സാഹത്തോടെ പഠനത്തോടൊപ്പം സഭാകാര്യങ്ങളിലും അതീവ ശ്രദ്ധാലുവായിരുന്നു. ജ്ഞാനായ തനിമ ഊട്ടി ഉറപ്പിക്കുന്നതിനും അതോടൊപ്പം ഇതര സമുദായ സുഹൃത്തുക്കളെയും സ്വന്തം സഹോദരങ്ങളെ പോലെ സ്നേഹിച്ച് മാതൃകയായി. ഈ സാഹോദര്യ ബന്ധം ഗുരുപ്രീതിക്കും കാരണമായി. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ വിശുദ്ധ കുർബാനയിൽ ഞാൻ പല പ്രാവശ്യം സംബന്ധിച്ചിട്ടുണ്ട്. ഓരോ പ്രാവശ്യവും ഭക്തി നിർഭരമായ വിശുദ്ധ ശുശ്രൂഷകളിൽ മനമൊരുകി പ്രാർത്ഥിക്കുമ്പോൾ പുരോഗമനത്തിന്റെ സോപാനത്തിലൂടെ ഭക്തിയുടെ പാരമ്യതയിലേക്ക് വിശ്വാസികളെ കൈപിടിച്ചുകൊണ്ടെത്തിക്കുന്ന ആ ഒരു അനുഭൂതി എന്നെ വളരെ ആഹ്ലാദഭരിതയാക്കിയിട്ടുണ്ട്. അതൊരു ആത്മീയ ആഹ്ലാദമാണ് എനിക്ക് നൽകിയിട്ടുള്ളത്. എൻ്റെ മാനസപുത്രനാണല്ലോ വിശ്വാസികളെ ഇതുപോലെ ആത്മീയ ആഹ്ലാദത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് ഉള്ളൊരു ബോധം എനിക്കുണ്ടാകുമ്പോൾ ഞാൻ ഏറ്റവും കൃതാർത്ഥയായി തീരാറുണ്ട്. ഞാൻ അഭിമാനിക്കാറുമുണ്ട്. മറ്റൊന്ന് എനിക്ക് പറയാനുള്ളത്, ഒരമ്മ എങ്ങനെയാണ് ഒരു മകൻ ആശംസ അർപ്പിക്കേണ്ടത്, ഒരമ്മയ്ക്ക് എങ്ങനെയാണ് ഒരു ആശംസ അർപ്പിക്കാൻ കഴിയുന്നത്. ഒരമ്മ, ആ അമ്മയ്ക്ക് മകന്റെ മേലുള്ള നോട്ടം അതൊരു വെറും നോട്ടമല്ല, അതൊരു അനുഗ്രഹമാണ്, അതൊരു വലിയ ആശംസയാണ്, ഏറ്റവും മൂല്യവത്തായ ഒരു ആശംസയാണത്. അതുപോലെ ആ മകനെ പറ്റിയുള്ള ഒരു ചിന്ത, അതും അത് തന്നെയാണ്, ഒരു വലിയ ആശംസ, ഒരു വലിയ അനുഗ്രഹം. ഇത് രണ്ടും വിജയച്ചന് എന്നിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. നാം ആഗ്രഹിക്കുന്ന പല സൗഭാഗ്യങ്ങളും ചെലവേറിയതാണ്. എന്നാൽ തികച്ചും സൗജന്യമായവയും ഉണ്ട്. സ്നേഹം, പുഞ്ചിരിഭാവം, നല്ല ബന്ധം, ഈ 3 സദ്ഗുണങ്ങളും അച്ഛനിൽ സ്വതസിദ്ധമായി ഉണ്ട്. അത് ഞാൻ മനസ്സിലാക്കിയിട്ടുമുണ്ട്. സത്യത്തില് ഈ വലിയ ജീവിത വിജയ രഹസ്യമാണ് മാതാമ്പറമ്പിലച്ഛനെ ഈ ഒരു നല്ല മേഖലയിലേക്ക് കൊണ്ടെത്തിച്ചതെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഇനിയും പ്രിയ വിജയച്ചോ, അച്ഛൻ്റെ ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും അനുഗ്രഹത്തിന്റെ അധിപതി ശക്തമായ കരങ്ങൾ അഭംഗുരം പ്രവർത്തിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാനായ പാരമ്പര്യത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന റാന്നിയിലെ പ്രശസ്തമായ ഒരു കുടുംബമാണ് മാതാപറമ്പിൽ കുടുംബം. ആ കുടുംബത്തിന്റെ കെടാവിളക്കായിട്ട് പ്രിയങ്കരനായ വിജയച്ചന് എക്കാലവും ശോഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ ശോഭ എന്നും ചുരിഞ്ഞ് കൽപ്പാന്തകാലത്തോളം ആ കുടുംബത്തിന് അലങ്കാരമായിട്ട് തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എല്ലാവിധമായ നന്മകളും വീണ്ടും നേർന്നുണ്ട്.